ലൈഫ് സ്റ്റൈൽ ബ്ലോഗറുമായിട്ടുള്ള സഞ്ജു ടെക്കിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള നീതു തോമസ് എന്ന് പറയുന്ന ഒരു കുട്ടി, ആ ഒരു കുട്ടിയുടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. സഞ്ജു കഴിഞ്ഞ വർഷം ഡിസംബറിലൊക്കെയാണ് അതിൻ്റെ ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ നടന്നത്. അതിന് മുമ്പൊക്കെ ഒരുപാട് വീഡിയോസും കൊളാപ്സൊക്കെ അവർ തമ്മിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സഞ്ജു ടെക്കി എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. അതുകൊണ്ട് തന്നെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സഞ്ജു യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ സഞ്ജുവും അതുപോലെ തന്നെ നീതു തോമസുമായിട്ടുള്ള കെമിസ്ട്രി ഒക്കെ നമ്മൾ നല്ല രീതിയിൽ കണ്ടിട്ടുള്ളതാണ്. ഒത്തിരി വീഡിയോസ് ഉണ്ട്, ഒരുപാട് പിണങ്ങുന്നതും പ്രാങ്ക് ചെയ്യുന്നതും അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസൊക്കെ സഞ്ജു ആ ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അടുത്താണ് സഞ്ജുവും നീതു തോമസും ബ്രേക്കപ്പ് ആയി എന്നുള്ള തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയത്. അതിനുശേഷം സഞ്ജു ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നീതു തോമസും അതുപോലെ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞു പിന്നീട് സഞ്ജുവിന് പുതിയൊരു റിലേഷൻഷിപ്പ് വന്നു. റിലേഷൻഷിപ്പ് ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 14 അത് ഒഫീഷ്യലായിട്ട് സഞ്ജു തന്നെ അനൗൺസ് ചെയ്യുകയുണ്ടായി. എന്നാൽ കുറച്ച് ദിവസം ആയിട്ടോ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട്, ഏകദേശം 2-3 മാസങ്ങളായി. പക്ഷേ 2 ദിവസം മുമ്പ് നീതു തോമസ് നീതുവിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അതിനകത്ത് ഹെഡിങ് ഇങ്ങനെയാണ് കൊടുത്തിരുന്നത്, ന്യൂ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ ഉണ്ടായി. ആ ഒരു വീഡിയോ അത്യാവശ്യം റീച്ചൊക്കെ ആയിരുന്നു. ആ ഒരു വീഡിയോയുടെ തമ്പനയിലായിട്ട് കൊടുത്തിരുന്നത് നീതു തോമസും അതുപോലെ തന്നെ നീതുവിൻ്റെ ബ്രദറും ഒരു ഐഫോൺ മേടിക്കാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിനകത്ത് നീതു കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ, അതായത് നീതു തോമസിൻ്റെ ബ്രദറുമായിട്ട് ഐഫോൺ മേടിക്കാൻ പോയ സമയത്ത് ഒരുപാട് കമൻസ് വന്നു. അതിനകത്ത് പുതിയ റിലേഷൻഷിപ്പ് ആയോ അല്ലെങ്കിൽ ഇത് പുതിയ ബോയ് ഫ്രണ്ട് ആണോ എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് കമൻസ് ഒക്കെ വന്നു. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ എന്നുള്ള തരത്തിലാണ് നീതു തോമസ് ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ആ ഒരു വീഡിയോയിൽ ജസ്റ്റ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. ഹായ് ഗൈസ്, അപ്പോൾ ഞാനിന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോൺ എടുക്കുന്ന ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഐഫോൺ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ എൻ്റെ അനിയൻ്റെ കൂടെയാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ കുറേ പേര് അതിന് കമൻറ്റ് ഇട്ടേക്കുന്നു, അടുത്ത ആളെ കിട്ടിയ വേറെ അടുത്ത ആളെ കണ്ടുപിടിച്ചല്ലോ, ഒന്ന് പോയപ്പോൾ തന്നെ അടുത്തത്. ഞാനൊന്ന് ഇപ്പോൾ കുറച്ച് എൻജോയ് ചെയ്ത് എൻ്റെ ലൈഫായിട്ട് എൻ്റെ സ്വന്തം കാര്യം നോക്കി ഇപ്പം ഒന്ന് സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരാളെ തേടി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെൻ്റെ സ്വന്തം അനിയനാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ അത്യാവശ്യം വൈബുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം പ്രത്യേകിച്ചല്ല, അപ്പോൾ ഒന്ന് പോയപ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് അടുത്ത വൈബ് തേടി പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എല്ലാവരെയും പോലെ. അത് ഓരോരുത്തരുടെ അതെന്തെങ്കിലും ആവട്ടെ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ അനിയനാണ്, അതെൻ്റെ സ്വന്തം അനിയനാണ് കേട്ടോ, എൻ്റെ ബ്ലഡാണ്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയപ്പോൾ തന്നെ അടുത്തത് കണ്ടുപിടിച്ച് അടുത്ത റിലേഷൻ ആയി. ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ തന്നെ സ്റ്റോറി ഇടുവാണെങ്കിൽ ചോദിക്കാറുണ്ട്, ഇതാരാ, നിങ്ങൾ റിലേഷനാണോ, പുതിയ ലവറാണോ എന്നൊക്കെ. ഒന്ന് പോയ ഉടനെ ചിലരെയും പോലെ പുതിയ വൈബ് മീൻസ് പുതിയ ആളെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഒന്ന് പെട്ട് കുറച്ച് നാളൊന്ന് സ്വന്തമായിട്ട് അടിപൊളിയായിട്ടൊന്ന് ജീവിച്ച് പൊക്കോട്ടെ. ഈ ഒരു ക്ലിപ്പ് കണ്ടല്ലോ, ഈ ഒരു ക്ലിപ്പിനകത്ത് നീതു തോമസ് എന്താണോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് കുറേ എക്സ്പ്ലനേഷൻ ഒക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് മറ്റാർക്കോ ഇട്ട് ഒരു കൊട്ട് കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. വേറെ ആർക്കുമില്ല, നമ്മുടെ സഞ്ജു ടെക്കിക്ക് തന്നെയാണ് ഈ ഒരു കൊട്ട് കൊടുക്കുന്നത്. എന്താണ് അങ്ങനെ പറയാനായിട്ട് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നീതു തോമസ് പറയുന്നുണ്ട്, മറ്റുള്ളവരെ പോലെ വൈബില്ലെങ്കിൽ വൈബ് തേടി പോകേണ്ട ആവശ്യം എനിക്കില്ല എന്നുള്ള തരത്തിൽ നീതു തോമസ് പറയുന്നുണ്ട്. ഇത് സഞ്ജുവിന്റെ ബുദ്ധി തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഈ ഒരു വൈബ് കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സഞ്ജു നേരത്തെ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സഞ്ജുവിന്റെ കുത്തി പറയുന്നതാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. ആക്ച്വലി ഈ ഒരു വീഡിയോ നീതു തോമസ് അപ്ലോഡ് ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കമന്റൊക്കെയാണ്, നീതുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റൊക്കെയാണ് നീതു തോമസിന്റെ ആ ഒരു വീഡിയോക്ക് താഴെ വന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ സഞ്ജു ടെക്കി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്കപ്പിന് പിന്നിലെ സത്യാവസ്ഥ എന്നാണ് സഞ്ജു ആ ഒരു വീഡിയോക്ക് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല പ്രധാനമായിട്ട് പാർട്ട് 1 എന്ന് ചേർത്തിട്ടുണ്ട്. അതായത് ഇതൊരു സീരിയസ് ആയിട്ട് തന്നെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോക്കകത്ത് സഞ്ജു കുറേ കാര്യങ്ങൾ പുതുതായിട്ട് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ മെയിനായിട്ട് സഞ്ജു പറയുന്ന ഒരു ഭാഗം നമുക്ക് കണ്ടിട്ട് വരാം. എനിക്കൊന്നും നോക്കാനല്ല, അതുകൊണ്ടാണ് ഇനി എനിക്കൊന്നും നോക്കാനല്ല, ഫുൾ ഓൺ ആയിട്ട് ഞാനങ്ങ് പറഞ്ഞേക്കുക. എനിക്കിനി ഒന്നും നോക്കാനല്ല, അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെങ്കിലും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് റെസ്പെക്ട് ഉണ്ടായിരുന്നു എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനോട്. എനിക്കെതിരെ ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഷി വാസ് ലൈക്ക് ഡെഡ് ഫോർ മീ. അത് കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ മനസ്സിൽ ചത്ത്. അങ്ങനത്തെ ഒരു പെൺകുട്ടി എനിക്കില്ല. കാരണം എന്നെക്കുറിച്ച് എന്നെ ഇത്ര സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് അപ്പം സത്യം പറയാല്ലേ, ഞാൻ ചാനൽ തുടങ്ങിയുള്ളായിരുന്നു. അല്ലാണ്ട് എനിക്ക് വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ തുടങ്ങി ഇത്തിരി സെറ്റായി വരുന്നതേ ഉള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കത്തൊക്കെ അവളിങ്ങനെ വന്നിട്ട് അവൾക്ക് റീച്ച് കിട്ടി, ഞാൻ കൊള്ളാമല്ലോ, ഞാൻ ഇനി വരാമെന്നൊക്കെ അവൾ ആദ്യമൊക്കെ ഇത്തിരി ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇഷ്ടമാകുന്ന പ്രൊപ്പോസൊക്കെ പറയുമ്പോൾ ആൾക്കാർ സെറ്റ് അങ്ങനെ എനിക്ക് ഇതിനെ പോലത്തുള്ള ആൾക്കാരല്ലടാ വേണ്ടതൊക്കെ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനൊരു പടത്തിൽ കയറി കേട്ടോ. ഓക്കെ, ഒരു പടത്തിൽ കയറി ഇത്തിരി കൂടെ ഫെയിമായി, അതുപോലെ തന്നെ എൻ്റെ ചാനലൊക്കെ ഇത്തിരി ഗ്രോ ആകാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇതേപോലെ നൈസായിട്ട് ഇവള് ഞാനോട്ടൊക്കെ അപ്പോൾ കോൺടാക്ട് ഒക്കെ വല്ലപ്പോഴുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇവള് ഇതുപോലെ എന്നോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നെ സാധനം എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. ഞാൻ എൻ്റെ റീച്ചിൻ്റെ തുടക്കം ഉണ്ടല്ലോ, ഞാൻ ഇത്തിരി സെറ്റായി വരുന്ന സമയത്താണ് എൻ്റെ ലൈഫിലോട്ട് ഇവള് കയറി വരുന്നത്. അപ്പം എനിക്ക് അടിച്ച് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇത്ര നാൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാനിപ്പോൾ ഇത്തിരി സെറ്റായി, വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഇതായി. എൻ്റെ അക്കൗണ്ട് ബാലൻസിൻ്റെ കാര്യം പറഞ്ഞു, എൻ്റെ പ്ലാൻസ് ഞാൻ പറയുന്നു, വീഡിയോ കാണാനാണ് അടുത്ത എൻ്റെ പ്ലാൻ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ
എന്നുള്ള ഒരു അപ്രോച്ച് അങ്ങ് മാറി പതിയെ. ഓക്കെ, അപ്പൊ ഒരു നീതു തോമസുമായിട്ടുള്ള ബ്രേക്കപ്പിന് ശേഷം നീതുവിനെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലൊന്നും സഞ്ജു വീഡിയോ ചെയ്യുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ ഒരു വീഡിയോനകത്ത് സഞ്ജു നീതു തോമസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതിനൊരു ചാൻസ് വരുത്തിയത് സത്യം പറഞ്ഞാൽ നീതു തോമസ് ആണ്. കാരണം ഒരു റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സഞ്ജുവിനെ ചൊറിയേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവർ ബ്രേക്കപ്പ് ആയെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ റീച്ചിന് വേണ്ടി ആയിരിക്കണം ഒരു പക്ഷേ സഞ്ജുവിനെ കുറിച്ച് വീണ്ടും ഒന്ന് ചൊറിഞ്ഞ് വന്നത്. സഞ്ജു എന്ന് പറയുന്ന യൂട്യൂബറിന്റെ നല്ല സ്വഭാവം അതുപോലെ തന്നെ ഉഡായ്പ സ്വഭാവമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം സഞ്ജുവിന്റെ ഭാഗത്താണ് എനിക്ക് കൂടുതൽ ചായവുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, വേറൊരു സബ്ജക്ട് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സഞ്ജുവിന്റെ പേരെടുത്ത് ഇടേണ്ട ഒരു ആവശ്യം നീതു തോമസിന് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് സഞ്ജു ഇത്രയും ഡീപ്പായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോ സഞ്ജുവിന്റെ ഭാഗത്ത് നിന്ന് അപ്ലോഡ് ചെയ്തത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സ്വഭാവത്തിൽ ഇവർ തമ്മിൽ ഒട്ടും മാച്ച് ഇല്ല എന്നുള്ള കാര്യത്തിൽ എന്താ പറയുക, ആ ഒരു സഞ്ജുവിന്റെ എക്സ്പ്ലനേഷൻ കേൾക്കുന്ന സമയത്ത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇവർ പിരിഞ്ഞത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒട്ടും ചേരാത്തവർ തമ്മിൽ ചേർന്നിട്ട് കൂടുതൽ അത് പ്രശ്നമാവത്തുള്ളൂ, അല്ലാതെ ഒരു ഉപയോഗമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ചേരാത്തവർ തമ്മിൽ പിരിയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. സഞ്ജു ടെക്കിന്റെ യൂട്യൂബിലെ പ്രശസ്തിയും അതുപോലെ തന്നെ ഏണിങ്സും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് നീതു തോമസ് സഞ്ജുവുമായിട്ട് കൂടുതൽ അടുത്തത് അല്ലെങ്കിൽ സഞ്ജുവിനെ ഇഷ്ടപ്പെട്ടത് എന്നുള്ള തരത്തിലൊക്കെയാണ് സഞ്ജു പറയുന്നത്. പക്ഷെ ഇതിൽ എനിക്ക് കൂടുതൽ യോജിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നീതുവിന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ സഞ്ജുവുമായിട്ടുള്ള നീതുവിന്റെ വീഡിയോസ് ഒക്കെ നേരത്തെ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും, നീതു എന്ന് പറയുന്നത് കൂടുതൽ ഇങ്ങനെ പബ്ലിക്കിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. നീതുവിന്റെ കൂടെ എന്നും സഞ്ജു ഉണ്ടാവണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ചുരുങ്ങിയ മനസ്സുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സുള്ള ഒരു കുട്ടിയാണ് നീതു തോമസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ സഞ്ജു എന്ന് പറയുന്നത് വ്ളോഗൊക്കെ ചെയ്തിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കുറെ എന്താ പറയുക ചില്ല് ചെയ്തിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സഞ്ജു എന്ന് പറയുന്നത്. ഈ രണ്ട് വ്യക്തികളുടെ ഇങ്ങനെയുള്ള രണ്ട് ക്യാരക്ടറുകൾ തമ്മിലുള്ള മിസ്മാച്ച് ആയിരിക്കാം ഒരു പക്ഷേ ഇവരെ ബ്രേക്കപ്പിലേക്ക് നയിച്ചത്. പിന്നെ പുതുതായിട്ട് എന്തൊക്കെ റിവീൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സഞ്ജു ആ ഒരു വീഡിയോക്ക് ഒരു ഹിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ട് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇതിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ വരാനായിട്ട് സഞ്ജുവിന്റെ ഭാഗത്ത് നിന്ന് വരാനായിട്ട് ചാൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നീതുവിന്റെയും അതുപോലെ തന്നെ സഞ്ജുവിന്റെ ലൈഫിലൊക്കെ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ പ്രൈവസി ആയിട്ട് സൂക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് ആൾക്കാർ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പലരും അതിനെ മിസ്ലീഡ് ചെയ്യാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റീലിനെ റീലായിട്ടും റിയാലിറ്റി ആയിട്ടും തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. ലൈഫിലൊന്നും ഒരു പ്രൈവസി ഉണ്ടാവണം പല കാര്യങ്ങൾക്ക്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പ്രൈവസി ആയിട്ട് വെക്കണമെന്നല്ല, പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുക. പക്ഷെ പ്രൈവസി ആയിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പബ്ലിക്കിൽ ഉണ്ടാവാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്.